ഇന്നേ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാണ്. നമ്മൾ വെളുപ്പിനല്ല, രാത്രിയിൽ 1:37 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യാത്ര വെളുപ്പിനെ 4:19 നമ്മൾ മൂന്നാർ എത്തി. ഇത് മൂന്നാറിലെ ബസ് സ്റ്റാൻഡാണ്. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തെങ്ങും റൂം എടുക്കാതെ തന്നെ KSRTCയിൽ തന്നെ അവരെ പഴയ ബസ്സിൽ ഒരു റൂം സെറ്റപ്പൊക്കെ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ 1000 അല്ലെങ്കിൽ 500 ആണ് ചാർജ് എന്ന് തോന്നുന്നു. നമ്മൾ 1000 ഒരു റൂമാണ് എടുത്തത്. ഒരു ബസ് ഫുള്ളാണ് എടുത്തത്. എന്ന് വെച്ചാൽ അത്രയും വേണം നമുക്കൊരു. ഞങ്ങളൊരു 4 പേര് 5 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2 റൂമായിട്ടാണ് നമ്മൾ എടുത്തത്. ഇതാണ് അതിൻ്റെ റൂം. നമുക്ക് AC ഉണ്ട്, ഫാനുണ്ട്, പിന്നെ എന്താ പറയുക, ഒരു ഡബിൾ കോട്ടിൻ്റെ ഏകദേശം ഒരു ഡബിൾ കോട്ടിൻ്റെ അത്രയുള്ളൊരു കട്ടിലും, പിന്നെ ബെഡുണ്ട്, ബ്ലാങ്കറ്റ്, പില്ലോ, ചെറിയൊരു ടേബിൾ സെറ്റപ്പും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ നല്ല എന്താ പറയുക, നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷറി ആയിട്ടൊക്കെ അങ്ങ് പോവാം. അങ്ങനത്തെ ഒരു റൂമാണ്. പക്ഷേ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇതിൻ്റെ ഉള്ളിലില്ല. നമ്മുടെ KSRTCയിൽ തന്നെ അതിൻ്റെ പബ്ലിക് ടോയ്ലറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ ഒരു രാത്രി ഒന്ന് ഉറങ്ങാനായിട്ട് വളരെ നല്ലതാണ്. നല്ലൊരു അന്തരീക്ഷമാണ്. ഇത് പിന്നെ നെക്സ്റ്റ് മോർണിംഗ് ആണ്, രാവിലെ. ഇതൊരു 8-8:30 ഉള്ളൊരു കാഴ്ചയാണ്. അപ്പം തന്നെ നല്ല വെയിലായി. അവിടെ കോടയൊന്നും അധികം ഉണ്ടായിരുന്നില്ല, എങ്കിലും കുറച്ചുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ AC ഒന്നും യൂസ് ചെയ്തില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു രാത്രിയിൽ. അപ്പം ആ AC ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ലൊരു ഉറങ്ങാൻ സാധിച്ചു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ റൂമൊക്കെ. കുറച്ച് ഒതുങ്ങി നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു റൂം എടുക്കുന്നതിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. നമ്മൾ എല്ലാ വർഷവും വെക്കേഷന് ഇവിടെയൊക്കെ തന്നെ ആട്ടോ പോകുന്നത്. അപ്പം നമുക്കൊരു പുതുമയായിട്ടൊന്നും അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല. ഈ വട്ടവും അമ്മയൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എന്നാൽ മൂന്നാറിലേക്ക് പോവാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. ചെറിയൊരു കുട്ടിയും ഉണ്ട്. അപ്പോൾ ഒത്തിരി വലിയ ലോങ് ട്രിപ്പൊന്നും പ്ലാൻ ചെയ്യാതെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെറിയ ഒരു യാത്ര. അപ്പം നല്ല അടിക്ക് വെച്ചേക്കും പോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും ഒക്കെ കാണാനായിട്ട്. ഓരോ വർഷം കഴിഞ്ഞ് വന്നാൽ പോലും നമുക്ക് മൂന്നാർ വരുമ്പോഴത്തേനും നമുക്ക് എന്തോ പുതിയ ഒരു സ്ഥലം കണ്ട ഒരു ഫീലാണ്. ആ ആകാശവും ആ പച്ചപ്പും ഒക്കെ നമുക്കൊരു പ്രത്യേക എന്താ ഒരു ഫീൽ. നമ്മൾ ആ ടെൻഷനും നമ്മുടെ വർക്ക് പ്രഷറിൽ നിന്നും ഒക്കെ നമ്മൾ ഒന്ന് റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ. ഇതൊക്കെ കൂടുതലും ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന ആ ഒരു സ്ഥലമാണ്. വെയിലിങ്ങനെ വരികയാണ് കേട്ടോ. പക്ഷേ വലിയ ചൂടില്ല, എന്നാൽ നല്ല ഒരു വെയിലിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ട്. കടകളൊക്കെ ഏകദേശം തുറന്ന് വരുന്നതേ ഉള്ളൂ. നമ്മൾ മോർണിംഗിൽ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഇതുപോലത്തെ ചെറിയ ഏതെങ്കിലും കടകളിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ വലിയ കടകളിൽ പോകുന്ന വഴിക്ക് അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെയും നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇപ്പോൾ കട തപ്പി പോകുന്നത്. കടകളൊക്കെ കണ്ടില്ല, ഇത് എക്കോ പോയിൻ്റ് ആണ്. കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. വണ്ടികളും അധികം ഇല്ല, എല്ലാം സഞ്ചാരികളൊക്കെ വരുന്നതൊക്കെ ഉള്ളൂ. ചെറിയ കോടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വലിയ വെയിലൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ന്യൂഡിൽസ് ആക്കിയിരിക്കുകയാണ്. ഇതപ്പോൾ ചൂടോടെ നമുക്ക് കാണാമല്ലോ, ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതും കാണാം. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും നമ്മൾ ചൂടോടെ ആ ഒരു തണുപ്പിൽ കഴിക്കാം. ബ്രെഡ് ഓംപ്ലേറ്റും ന്യൂഡിൽസുമാണ് നമ്മളന്ന് രാവിലെ കഴിച്ചത്. പിന്നെ ചായയും, പിന്നെ മൂന്നാറിൻ്റെ സ്വന്തം ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജും പിന്നെ ചില ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം 30-40 രൂപയ്ക്ക് കിട്ടുന്ന ബീട്രൂട്ടും ക്യാരറ്റിനൊക്കെ ഇവിടെ ഇച്ചിരി വില കൂടുതലാണ്. ഫ്രഷാണ് സംഭവം, ഓക്കെ, എങ്കിലും കുറച്ച് വിലയായിട്ടൊക്കെ തോന്നി. നമ്മൾ ക്യാരറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു, ബീട്രൂട്ടൊക്കെ ഒന്നും വേണ്ടാന്ന് വെച്ചു. പിന്നെ അറിയാലോ, ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഇതും എക്കോ പോയിൻറ്റിലേക്കുള്ള വഴിയാണ്.
കുറേ സാധനങ്ങൾ, കുഞ്ഞു പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ തേയില ഉണ്ടായിരുന്നു, ചോക്ലേറ്റ്സ്. ഇതൊക്കെ സ്ഥിരം പോകുമ്പോൾ നമ്മൾ തേയിലയൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ തേയില നമ്മൾ പോകുമ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ വാങ്ങിക്കത്തില്ല. അങ്ങനെ ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല. ചെറിയൊരു മെഴുമെഴുപ്പുണ്ട് അവിടുത്തെ ചോക്ലേറ്റിനൊക്കെ. അപ്പോൾ അത് കഴിക്കാനൊരു സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ തേയിലയൊക്കെ വാങ്ങിച്ചും പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് നമ്മുടെ യാത്രകൾ അങ്ങനെ തുടങ്ങി. എക്കോ പോയിന്റിൽ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു അത്ര നന്നായിട്ട് ആ വ്യൂ വന്നിട്ടില്ല. ശരിക്കും കോടയുണ്ടായിരുന്നു. കോടയ്ക്കുള്ളിലൂടി നടന്നു പോയിട്ടൊക്കെയാണ് നമ്മളവിടുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടത്. ഇച്ചിരി നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ താഴോട്ടൊക്കെ പോകാനായിട്ട്. പിന്നെ ഇത് നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും മൂന്നാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. നല്ല ബ്ലോക്കായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു, മഴയും പറയണ്ട, നല്ല മഴയുമായിരുന്നു. പക്ഷേ നല്ല പൊളി യാത്രയായിരുന്നു. 3 മണിയോടെ ആ ബ്ലോക്കൊക്കെ ഒന്ന് മാറി. ബ്ലോക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ മൂന്നാർ ടൗൺ വിട്ടിരുന്നു. പിന്നെ ഇത് ഒരു ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ആ എന്താ പറയുക മരം, ആ പൂക്കളൊക്കെ ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയല്ലോ. ഇത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ആനച്ചാലിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക.